ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ്. അല്ല, സോഷ്യൽ മീഡിയ ഒന്നാകെ തരംഗം സൃഷ്ടിച്ച ഒരു പെൺ സിംഹം എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. നമ്മുടെ എല്ലാ രോമാഞ്ചമായ വെൽക്കം ബാക്ക് ടു അവർ ഷോ നിമിഷ ബിജോ. ഞാൻ പോണ ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി. ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം, അതിന് മറുപടി പറയാതെ നിങ്ങളെ ഞാൻ വിടില്ല. അപ്പൊ ഷക്കീലയാണോ അതെയോ നിമിഷയാണോ സൂപ്പർ എന്ന് ചോദിച്ചാൽ എന്തറിയും? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. അപ്പൊ പ്രേക്ഷകർ തീരുമാനിച്ചൊരു കമന്റ് ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. ഓക്കെ, പ്രേക്ഷകർ വിളിച്ചിരുന്നു ജൂനിയർ ഷക്കീല എന്ന്. അതിനോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് ശരിയാണ്, ബ്രിട്ടോളി കമ്പനിയുടെ മാനേജറാണ് ഞാൻ. അതുകൊണ്ട് ബ്രിട്ടോളി എന്ന് വിളിച്ചാൽ എനിക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല, മറിച്ച് അഭിമാനമാണ്. ജൂനിയർ ഷക്കീല എന്ന് വിളിച്ചതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, അഭിമാനം മാത്രമേ ഉള്ളൂ. ബ്രിട്ടോളി ആളുകളെ കൊതിപ്പിച്ച് കടന്നു കളയുന്ന ആളാണ് നിമിഷ എന്ന് പറഞ്ഞു. കള്ളി കാണുന്നുണ്ടല്ലേ? ഇവരെ ഞാനെല്ലാം കാണുന്നുണ്ട്. മീൻസ് ഒരു ആഗ്രഹ നിലയ്ക്ക് നമ്മളെല്ലാം റെഫർ ചെയ്തിരിക്കണമല്ലോ. 100% ഞാൻ യോജിക്കുന്നു. അപ്പോ ഈ ലൈവിലൊക്കെ വരുമ്പം ഞങ്ങളെ പോലുള്ള ഒരു പാവപ്പെട്ട പ്രേക്ഷകർ വിചാരിക്കും പക്ഷെ എന്തുകൊണ്ട് വരുന്നില്ല? അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ തീർച്ചയായിട്ടും ഞങ്ങളെ പോലുള്ള പാവപ്പെട്ടവരുടെ പ്രതീക്ഷ ഇപ്പൊ കാണിക്കുമെന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത് കാണിക്കുന്നില്ല? കണ്ടാ പോരെ, ബാ. കിഷകുട്ടി വെച്ചത് പറ്റതല്ലേ അത്? വാടോ. അതല്ല, ഇങ്ങനെ അങ്ങനെയൊന്നും വേണ്ടതല്ലേ? എന്റെ പൊന്നോ വേണ്ട. എന്നിട്ട് അതെന്ത് കുന്തെങ്കിലാവട്ടെ, നിങ്ങൾ എന്താ ഇപ്പൊ മാറ്റി പറയണത്? അപ്പോ ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ച ഒരു കാര്യാട്ടോ, ഈ കാലിലെ ടാറ്റു എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ? അടിപൊളിയാണ്. താങ്ക് യു. ഓക്കെ, അപ്പോ കാലില് മാത്രമേ ഉള്ളോ? അല്ല, വേറൊരു സ്ഥലത്തൂടെ ഉണ്ട്, പറയാൻ പറ്റത്തില്ല. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം? അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. അതെന്താ ചേച്ചി, നമ്മൾ ഇത്രയൊക്കെ ഓപ്പൺ എനിക്ക് പറയാൻ പറ്റും. എന്താണ് എന്റെ കമ്പനിയാണ്? അല്ല, എനിക്ക് വിളി വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുമുണ്ട്. ആ കാസ്റ്റിംഗ് കൗച്ച് ഞാനിപ്പോ എടുത്തിരുന്നെങ്കിൽ നയൻതാര ഒന്നുമല്ല വേറെ ഞായാലും മേളിക്ക് ലെവലായി, നയൻതാര ഒന്നുമല്ല വേറെ ഞായാലും മേളിക്ക് ലെവലായി പോയനെ. അതിച്ചിരി കൂടുതലല്ലേ മാങ്ങാത്തൊലി. നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നീയാണല്ലോ കോടതി. ഓടാമയില് ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയുണ്ട്, കുറെ നേരം കിടന്ന് കാണാന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. എന്ത് കാര്യത്തിന്? നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത്? എന്നെ നിങ്ങൾ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത് അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണ് വിളിച്ചത്? പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നിങ്ങൾക്ക് ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദയില്ല. ചോദിച്ചത് പിന്നെ നീ എന്ത് ഉണ്ടാക്കിയെന്നാ ഈ പറയണത്? ഒരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട്. എന്റെ ദൈവമേ, എന്റെ ഓരോ കഷ്ടകാലം അല്ല എന്ത് പറയാനാ. ദേഷ്യം ഞാൻ മോന്തയടിക്കാൻ പൊളിക്കും. ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് വന്നിട്ട് മേലാക്കി ഈ പിടിച്ചോണ്ടല്ലോ. ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനസ്സിനാണ് ഞാൻ. അയ്യോ, ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവാനേ പുണ്യം ചെയ്യണം. ചെവി കഴിയണം. നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അവരെന്റെ ഭാഗത്തുനിന്ന് കൂടെ ഒന്ന് ചിന്തിക്കണ്ടേ? എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നനെ പട്ടി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ
എന്ന് പറഞ്ഞ് ഇടിച്ചു പൊട്ടിക്കുക.